നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കണ്ണൂർ സയൻസ് പാർക്ക് IT പാർക്കിന് ചൊവ്വാഴ്ച മുഖ്യമന്ത്രി തറക്കല്ലിടും. പുതിയ കാലത്തിനായി പുതിയ മാതൃക നവകേരള നിർമ്മിതിക്കായി കൂട്ടായ പരിശ്രമം വേണം മുഖ്യമന്ത്രി. കേരള വികസനം മാതൃകാപരം LDF സർക്കാർ തുടരണം. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. പുതുജീവൻ പകർന്ന് ആലിനി യാത്രയായി പിഞ്ചോമനയ്ക്ക് വിട നൽകി കേരളം. കേരളവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താൽപര്യം. മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ക്യൂബൻ സംഘം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരള വികസനം മാതൃകാപരം LDF സർക്കാർ തുടരണം. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച വിഷൻ 2031 എന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷൻ 2031 സമ്മേളനം ബഹിഷ്കരിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ മണിശങ്കർ അയ്യർ വിമർശിച്ചു. പുതിയൊരു ഇന്ത്യയെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ ദർശനം ഇന്ത്യയിൽ നടപ്പാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ വികേന്ദ്രീകൃത പരീക്ഷണത്തിൽ കേരളം സൃഷ്ടിച്ച മാതൃക കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക്കിനെ പേര് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ത്രിതല പഞ്ചായത്തി രാജ് ഭരണ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളം. ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ആശയങ്ങൾ മറ്റേത് സംസ്ഥാനത്തേക്കാളും മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രയോഗത്തിൽ കേരളം ഒന്നാമതാണെങ്കിലും നിയമത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ കേരളത്തിൻ്റെ ഒന്നാം സ്ഥാനം നിയമപരമായി കൂടി ഉറപ്പിക്കാനാവശ്യമായ ഭേദഗതികൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മണിശങ്കർ നിർദ്ദേശിച്ചു. തൻ്റെ പാർട്ടിയായ കോൺഗ്രസ് പരാജയപ്പെട്ടിടത്ത് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അമൃത്സനും റൊമീല താപ്പറും ഈ സമ്മേളനം ബഹിഷ്കരിക്കണം എന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇരുവരും ഓൺലൈനായി പങ്കെടുത്തു. കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും ജനാധിപത്യ മുന്നേറ്റങ്ങളും ചർച്ച ചെയ്യുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് ആണ് വിഷൻ 2031. 15 മുതൽ 17 വരെ തിരുവനന്തപുരത്ത് കോൺഫറൻസ് നടക്കുന്നത്. 33 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സെമിനാറുകൾ. ഒക്ടോബറിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ നടന്ന സെമിനാറുകളുടെ ക്രോഡീകരണമാണ് അന്താരാഷ്ട്ര കോൺഫറൻസിൽ നടക്കുന്നത്. പുതിയ കാലത്തിനായി പുതിയ മാതൃക നവകേരള നിർമ്മിതിക്കായി കൂട്ടായ പരിശ്രമം വേണം മുഖ്യമന്ത്രി. രാജ്യത്തെ ഉയർന്ന ജീവിത നിലവാരമുള്ള മതനിരപേക്ഷതയുള്ള വിദ്യാഭ്യാസ സമ്പന്നതയുള്ള ജനതയുടെ നാടാക്കി കേരളത്തെ മാറ്റിയെടുത്ത മുന്നേറ്റമാണ് കേരള മോഡൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിഷൻ 2031 നവകേരളത്തിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം സംസ്ഥാനം രൂപപ്പെട്ട് 7 പതിറ്റാണ്ടോളം പിന്നിട്ടിരിക്കുകയാണ്. 2031 ആകുമ്പോഴേക്കും നമ്മൾ ഐക്യ കേരളം രൂപപ്പെട്ടതിൻ്റെ 75ാം വർഷത്തിലേക്ക് എത്തിച്ചേരും. 2031 കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ആശയങ്ങൾ ശേഖരിക്കുന്നതിനായി വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാനതല സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് 2031 75 വർഷമാകും. അത് കേവലമായ ഒരു വാർഷികാഘോഷം മാത്രമല്ല, ഉജ്ജ്വലമായ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 1956 ഭാഷാ സംസ്ഥാന രൂപീകരണത്തിൻ്റെ ഭാഗമായി ഐക്യ കേരളം രൂപം കൊണ്ടത്. ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയുടെ പിടിയിൽ ദുരിതപൂർണമായ ജീവിതം നയിച്ചവരായിരുന്നു കേരളീയരും. അങ്ങനെയൊരു നാടിനെ രാജ്യത്തെ ഉയർന്ന ജീവിത നിലവാരമുള്ള മതനിരപേക്ഷതയുള്ള വിദ്യാസമ്പന്നതയുള്ള ജനതയുടെ നാടാക്കി കേരളത്തെ മാറ്റിയെടുത്ത മുന്നേറ്റമാണ് കേരള മോഡൽ. അത് ഇന്നും ലോകത്തിൻ്റെ പഠന വിഷയമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിന്റെ മാതൃക അവസാനിക്കുന്നില്ല. പുതിയ കാലത്തിന്റെ പുതിയ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ വിധത്തിൽ നാം നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ട് പുതിയ മാതൃക ഉണ്ടാക്കിയാണ്. ആ ശൃംഖലയിലെ അടുത്ത കണ്ണിയാണ് നവകേരള നിർമ്മിതി. ഇതുവരെ ഉണ്ടാവുക ഇടതുപക്ഷ ഭരണങ്ങളുടെ തുടർച്ചയായിരിക്കാൻ തന്നെ പുതിയ ഒരു കുതിച്ചുചാട്ടത്തെ കുറിക്കുന്നത് കൂടിയാണ് നവകേരള നിർമ്മിതി എന്ന അടുത്ത ഘട്ടം. ഇന്ന് കേരളത്തിൽ വിദ്യാസമ്പന്നരായ വലിയൊരു ജനവിഭാഗമുണ്ട്. IT മേഖലയുടെ വ്യവസായ വികസനത്തിൽ നേരത്തെ കേരളത്തെപ്പറ്റി ചില തെറ്റായ പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം കൃത്യമായ മാതൃക വേണം. വെല്ലുവിളികൾ നിലനിൽക്കുമ്പോൾ വിഷൻ 2031 ഭാഗമായി 33 സെമിനാറുകൾ നടത്തി. മുൻകാലങ്ങളിലെ നേട്ടങ്ങൾ ആഘോഷിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. കാർഷിക മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും വിപണനത്തിനും ആധുനിക സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒരുക്കും.
കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ശാസ്ത്രീയ ജലപരിപാലനവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഗവേഷണത്തിനും പുതിയ കണ്ടെത്തലുകൾക്കും പ്രാധാന്യം നൽകി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റും. ആരോഗ്യരംഗത്ത് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതശൈലി രോഗങ്ങൾക്കും വയോജന സംരക്ഷണത്തിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിച്ചു മാത്രമേ വികസനം സാധ്യമാകൂ. മതനിരപേക്ഷ എന്നത് കേരളത്തിന് പുതിയ ആശയമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിത രീതിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അവയവദാനത്തിൽ പുതുചരിത്രമെഴുതി ആലിൻ മടങ്ങി. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവിനെ കാണാൻ നിരവധി പേരാണ് മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിയത്. മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേമകൃഷ്ണൻ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻജോണിന്റെയും മകളാണ് ആലിൻ. കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് MC റോഡ് വഴി കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ പള്ളം ബോർമ കവല ജംഗ്ഷൻ സമീപം വാഹനാപകടത്തിൽപ്പെടുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ആശുപത്രിയിലേക്കും പിന്നീട് ഫെബ്രുവരി 7 കൊച്ചിയിലെ അമൃത ആശുപത്രിയിലും പ്രവേശിച്ചു. വ്യാഴാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെയാണ് അലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തയ്യാറായതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി അലിൻ ഷെറിൻ മാറി. ഇതുവഴി 5 പേർക്കാണ് പുതുജീവൻ ലഭിച്ചത്. അലിൻ ഷെറിന്റെ കരൾ ലഭിച്ച 6 മാസക്കാരി ദിയയുടെ ശസ്ത്രക്രിയ വിജയമെന്ന് ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പാകിസ്ഥാനെ എറിഞ്ഞിട്ട് ഇന്ത്യ. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ എറിഞ്ഞിട്ട് ഇന്ത്യ. 20 ഓവറിൽ 176 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 17.6 ഓവറിൽ 114 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. തുടക്കം മുതലേ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യ പാകിസ്ഥാൻ പിന്നീട് ഉസ്മാൻ ഖാന്റെ ബാറ്റിങ്ങിലൂടെ ചെറിയ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. എന്നാൽ അത് അധിക സമയം നീണ്ടില്ല. 34 പന്തിൽ 44 റൺസ് ഉസ്മാൻ ഖാനെ അക്സർ പട്ടേൽ പുറത്താക്കി. അക്സർ പട്ടേലിന്റെ പന്തലിൽ ഇഷാൻ സ്റ്റാമ്പ് ഔട്ടാക്കിയായിരുന്നു. പാകിസ്ഥാന്റെ 7 താരങ്ങളാണ് 2 അക്കങ്ങളാതെ പുറത്തുപോയത്. ഇന്ത്യൻ ബോളിംഗിൽ ബുംറ തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് എടുത്ത് പാകിസ്ഥാനെ ഞെട്ടിച്ചു. ഹർഹാൻ 0, അയൂബ് 6, സൽമാൻ അലി അഗ 4, ബാബർ അസ 5, മുഹമ്മദ് നവാസ് 4, അബ്രാർ അഹമ്മദ് 0 എന്നിവരാണ് 2 അക്കം തികയ്ക്കാതെ പുറത്തായത്. 17 ഓവർ പിന്നിട്ടപ്പോൾ 107 റൺസ് മാത്രമെടുത്ത പാകിസ്ഥാൻ പരാജയം ഉറപ്പാക്കിയായിരുന്നു. നേരത്തെ ബാറ്റിംഗിൽ ആദ്യഘട്ടത്തിലെ മികവ് പ്രകടിച്ചെങ്കിലും തങ്ങൾക്ക് ജയസാധ്യതയുള്ള തലത്തിലേക്ക് സ്കോർ എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ ബോളിംഗ് മികവ് തന്നെയാണ് കൂറ്റൻ സ്കോറിലേക്ക് പാകിസ്ഥാന്റെ വിജയലക്ഷ്യം എത്താതിരിക്കുവാനും സൂര്യകുമാർ യാദവിനും ടീമിനും ആത്മവിശ്വാസമായത്. കേരളവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താൽപര്യം. മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ക്യൂബൻ സംഘം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് ക്യൂബയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഫെബ്രുവരി 15 മുതൽ 17 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന വിഷൻ 2031 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഹവാന പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ ഫോറിൻ റിലേഷൻ ഉപദേശ ഐമി അലയാന്ദ്ര ഡിയാസ് നെഗ്രിൻ, വികസന പദ്ധതികളുടെ നിരീക്ഷകൻ സെസാർ ഹെർണാണ്ടസ് ഗോൺഘാലസ്, ക്യൂബൻ എംബസി അംഗം ഗ്വാഡാലുപ്പ ഫ്ലോമന്റെ ഗോമസ് എന്നിവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ചർച്ച നടത്തിയത്. കേരളം സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിൽ സംഘം സന്തോഷം പങ്കുവയ്ക്കും. വിവിധ മേഖലകളിൽ കേരളവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ താൽപര്യം അറിയിക്കുകയും ചെയ്തു. കൃഷി, ബയോടെക്നോളജി, ഗവേഷണ മേഖലകളിലും ക്യാൻസർ ചികിത്സാ രംഗത്തും ക്യൂബയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സർക്കാർ താൽപര്യം അറിയിച്ചു. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ പ്രൊഫസർ VK രാമേന്ദ്രൻ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ വികസന മുന്നേറ്റങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രി ക്യൂബൻ പ്രതികളെ പൊന്നാടയണിച്ച് ആദരിച്ചു. മുഖ്യമന്ത്രി ഓഫീസിൽ നടന്ന ചർച്ചയിൽ പ്ലാനിംഗ് ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തു. കണ്ണൂർ സയൻസ് പാർക്ക് IT പാർക്കിന് ചൊവ്വാഴ്ച മുഖ്യമന്ത്രി തറക്കല്ലിടും. കണ്ണൂർ സയൻസ് പാർക്ക് IT പാർക്കിന് 17 വൈകിട്ട് 3 മണിക്ക് അഞ്ചരക്കണ്ടി ചെറിയ വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. ധർമ്മടം മണ്ഡലത്തിലെ വേങ്ങാട് പഞ്ചായത്തിൽ പൊടുവിലായി വില്ലേജിലെ കിൻഫ്ര ഏറ്റെടുത്ത 25 ഏക്കർ ഭൂമിയിലാണ് പുതിയ കണ്ണൂർ IT പാർക്ക് സ്ഥാപിക്കുക. ഏകദേശം 317 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടത്തിൽ 9 നിലകളാണ് ഉണ്ടാവുക. ഗ്രൗണ്ട് ഫ്ലോറിലും 1ാം നിലയിലുമായി 5000 ചതുരശ്ര അടിയിൽ പ്ലഗ് ആൻഡ് പ്ലേ സ്പേസ്, കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം, ഡേ കെയർ, കോവർക്കിംഗ് സ്പേസ്, ബാങ്ക് എന്നിവയുണ്ടാകും. ബേസ്മെൻറ്റിൽ ഫുഡ് കോർട്ട്, ജിം, സ്പോർട്സ് സെൻറ്റർ, ക്ലിനിക് എന്നീ സൗകര്യങ്ങളും ബേസ്മെൻറ്റിൽ പാർക്കിംഗ് സൗകര്യവും ഒരുക്കും. മറ്റു നിലകൾ വിവിധ IT കമ്പനികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാവുന്ന വിധത്തിലായിരിക്കും രൂപകൽപ്പന. ഏകദേശം 4000-ഓളം പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാനുള്ള സൗകര്യമുള്ള IT ടവറാണ് നിർമ്മിക്കുക. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് നിർമ്മാണ പ്രവർത്തികളുടെ ഏകോപന ചുമതല. കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാണപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. കുഞ്ഞിമംഗലം
ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും പാണപ്പുഴ ഗവൺമെൻറ് SP സ്കൂളിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3 മണിക്ക് പാണപ്പുഴ ഗവൺമെൻറ് LP സ്കൂളിലും 4 മണിക്ക് കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉദ്ഘാടനം ചടങ്ങ് നടക്കും. പരിപാടിയിൽ M. വിജിൻ MLA അധ്യക്ഷത വഹിക്കും. കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഹൈടെക് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 3.9 കോടി രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപയും ഉൾപ്പെടെ 4.26 കോടി രൂപയാണ് അനുവദിച്ചത്. 3 നിലകളായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, പ്രിൻസിപ്പൽ റൂം, ക്ലാസ് മുറി, ടോയ്ലറ്റ്, വാഷ്റൂം, സ്റ്റെയർ റൂം സൗകര്യവും, 1-ാം നിലയിൽ 3 ക്ലാസ് മുറികളും, മാത്സ് ലാബ്, ടോയ്ലറ്റ്, സ്റ്റെയർ റൂം, 2-ാം നിലയിൽ 2 ക്ലാസ് റൂമും ഓഡിറ്റോറിയം എന്നിവയുമുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പദ്ധതിയുടെ നിർവഹണ ചുമതല. 1 കോടി രൂപ ചെലവിലാണ് പാണപ്പുഴ ഗവൺമെൻറ് SP സ്കൂളിന് ഹൈടെക് കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളായി നിർമ്മിച്ച കെട്ടിടത്തിന് 6 മുറികളുണ്ട്. പുതിയ കെട്ടിടം പൂർത്തിയായതിലൂടെ പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിനും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്താനും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി സ്കൂളിനെ മാറ്റുന്നതിനും സാധിക്കുമെന്ന് M. വിജിൻ MLA പറഞ്ഞു. കൂടാളി പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനം കൂടാളിയിൽ വെച്ച് പ്രസിഡന്റ് സജീവൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ദിവിൻ അധ്യക്ഷനായി. മെമ്പർ KP റഹ്മത്ത് സ്വാഗതം പറഞ്ഞു. മെമ്പർ P. സുനന്ദ, PP നൌഫൽ, TF താഹ മാസ്റ്റർ, വാടി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അതിഥിയായ കോയസൻ കുന്നിൽ മെമ്പർ KC പ്രതാപേന്ദ്രൻ, P. പത്മനാഭൻ, ഇരിക്കൂർ പാലത്തിൽ മെമ്പർ K. നാജിയ, M. മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ പ്രദേശങ്ങളിൽ മെമ്പർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പൊതുജനങ്ങൾ, കുടുംബശ്രീ NRIC എന്നിവർ പങ്കെടുത്തു. അതെല്ലാം കത്തിപ്പോവും. അല്ല ചെറിയ പോവും നടക്കുന്നില്ല. ഇങ്ങനെല്ലാം ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംഷീർ ഉദ്ഘാടനം ചെയ്തു. മലയാള കലാഗ്രാമത്തിൽ നടന്ന സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അധ്യക്ഷനായി. 14-ാം പഞ്ചവത്സര പദ്ധതി ജനകീയാസൂത്രണം 2026-27 വികസന കാഴ്ചപ്പാട് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK തമീം അവതരിപ്പിച്ചു. ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK സയ്യിദു, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK റീച്ച, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. വിജു, ന്യൂമാഹി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. പ്രീച്ച, പഞ്ചായത്ത് അംഗങ്ങളായ ഷർമിള അഫ്സർ, TH അസ്രം, V. മിനി, PK സുനിത, വൈശാഖ മുരളീധരൻ, MC രേഷ്മ, KM ഷഹിദിയ എന്നിവർ പങ്കെടുത്തു. സഞ്ചരിക്കുന്ന മത്സ്യ വിപണന വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. അഴീക്കോട് മണ്ഡലത്തിലെ സഞ്ചരിക്കുന്ന മത്സ്യവിപണന വാഹനം അന്തിപ്പച്ചയുടെ ഫ്ലാഗ് ഓഫ് KV സുമേഷ് MLA നിർവഹിച്ചു. റിട്ടയർഡ് അധ്യാപിക S. ഗീതയ്ക്ക് നൽകിയാണ് MLA ആദ്യ വിൽപ്പന നടത്തി. മത്സ്യഫെഡിന്റെ സഹകരണത്തോടെ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയുടെ വിവിധ ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ നിന്നും മത്സ്യഫെഡ് ആയിക്കര മാപ്പിള ബേ ഹാർബറിൽ സജ്ജമാക്കിയിട്ടുള്ള ബേസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് സംഭരിക്കുന്ന വൈവിധ്യങ്ങളായ മത്സരങ്ങളാണ് അന്തിപ്പച്ചിലൂടെ വിപണനം നടത്തുക. കടൽ കായൽ മത്സ്യങ്ങൾക്ക് പുറമെ മത്സ്യഫെഡിന്റെ കൊച്ചിയിലുള്ള ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെമ്മീൻ, ചൂര എന്നീ മത്സ്യങ്ങളുടെ അച്ചാറുകൾ, കറിക്കൂട്ടുകൾ, ഫ്രൈ മസാല, ചെമ്മീൻ ചമ്മന്തി പൊടി, ചെമ്മീൻ റോസ്റ്റ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അന്തിപ്പച്ചിലൂടെ ലഭ്യമാകും. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ബാലൻ, മത്സ്യഫെഡ് ഭരണസമിതി അംഗം VK മോഹൻദാസ്, മത്സ്യഫെഡ് മാനേജർ V. രജിത, ഫെറ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KP മുരളീകൃഷ്ണൻ, ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി R. അനിൽകുമാർ, റെസിഡന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹരീഷ് K. വാണിയങ്കണ്ടി, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. AKG മ്യൂസിയം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വെള്ളശ്ശേരി AKG മ്യൂസിയം ഫെബ്രുവരി 17 വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയായിരിക്കും. 2 നിലകളിലായി 6 ഗാലറികളാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. AKGയുടെ സമര പോരാട്ടങ്ങൾ, പാർലമെൻറ്റിലെ മികച്ച പ്രകടനങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ എന്നിവ പുതുതലമുറക്ക് കൂടി പകർന്നു നൽകുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള മിനി തിയേറ്റർ, AKGയുടെ ദീർഘകാല പ്രതിമകൾ, മിനിയേച്ചറുകൾ, പ്രശസ്ത വ്യക്തികളുമായുള്ള അഭിമുഖം, സമരങ്ങളുടെ പുനരാവിഷ്കാരം എന്നിവയുടെ ദൃശ്യാവിഷ്കാരം, ഡോക്യുമെൻറ്റേഷൻ സംവിധാനങ്ങൾ
അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് സജ്ജമായിരിക്കുന്നത്. തലശ്ശേരി പള്ളിയത്ത് അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത 3.3 ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം സ്ഥാപിച്ചത്. 12.06 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് തെളിവ്. കെട്ടിടം നിർമ്മിക്കുന്നതിന് 6.4 കോടി രൂപയും പ്രദർശന സജ്ജീകരണങ്ങൾക്കായി 4.82 കോടി രൂപയും ചെലവഴിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.